അതുകൊണ്ട് കേരളത്തിലെ ഇന്നത്തെ സാഹചര്യം കണക്കിലെടുത്ത് 10 രൂപയുടെയെങ്കിലും കുറവ് വരുത്താൻ UDF ഗവൺമെന്റ് തയ്യാറാവണം. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. എന്റെ പൊന്ന് ദൈവമേ, ഈ സുരയും കൊണ്ട് തോറ്റിരിക്കുകയാണ്. കാരണം പുള്ളി കുറെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു ഡയലോഗ് നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കേ. അല്ല, തീർച്ചയായിട്ടും 2 മാസം കഴിയുമ്പോ 50 രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോ ജനങ്ങൾ അങ്ങനെയാണ്. 50 രൂപ പെട്രോൾ വില നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇന്ധന ടാക്സേഷൻ, അതായത് ഓയിൽ ഗ്യാസിന്റെ ടാക്സ് കുറയ്ക്കണമെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ആ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേരെ. എന്തായാലും ഇവന്മാർക്ക് ഇതൊക്കെ പറയാനുള്ള യോഗ്യതയുണ്ടോ? ഈ പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നിന്ന ഏക രാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യമാണ്. അതിന്റെ പേരിൽ നരേന്ദ്രമോദി സർക്കാരിനെ എല്ലാവരും പുകഴ്ത്തിയിട്ടുമുണ്ട്. Prime Minister Modi brought us a gift, a very, very good toffee. വലിയ തോതിൽ ഒരു വൻ ശക്തിയായിട്ട് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങളൊന്നും കണക്കിലെടുക്കാതെയാണ് മറ്റ് വാദങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഓയിൽ വില കുറഞ്ഞിരുന്ന സമയത്തും നമുക്ക് കൂട്ടി തന്നെയാണ് ഇവർ തന്നോണ്ടിരുന്നത്. ഇത്രമാത്രം ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു കൂട്ടര് വേറെ കാണില്ല. ഇത്രയും ജനങ്ങളെ ദ്രോഹിച്ചിട്ടും ഇപ്പൊ ഇവര് ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ പറയുന്നു. ഇതൊക്കെ വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്നാൽ ഈ ഡയലോഗൊക്കെ കണ്ടപ്പോഴാണ് എനിക്കിതാണ്ട് ഈ ഡയലോഗ് ഓർമ്മ വന്ന്. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു.